കെ പി ഗണേഷ് കുമാറിനെ NSS ഡയറക്ടർ ബോർഡിൽ നിന്ന് പുറത്താക്കി. ചെയ്തത് ജനാധിപത്യ മര്യാദ അനുസരിച്ചല്ലെന്ന് ഗണേഷ് കുമാർ. പത്തനാപുരം നടന്ന ജനാധിപത്യമല്ല, അത് സൂപ്രണ്ട് രജിസ്ട്രാർ ചെയ്ത് ശരിയല്ല എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ്. അത് തെളിയിക്കാൻ എനിക്ക് കഴിയും, എൻ്റെ രേഖയുണ്ട്. കേസ് കൊടുക്കട്ടെ എന്ന് G. സുകുമാരൻ നായർ. അദ്ദേഹത്തിന് അതിനകത്ത് എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ കേസ് കൊടുക്കാമല്ലോ. അതെന്താ കേസ് കൊടുക്കാത്ത? ആഘോഷമാക്കി പത്തനാപുരം താലൂക്ക് NSS യൂണിയൻ. VD സതീശനെതിരെ NSS മുഖ്യമന്ത്രി അഹങ്കാരി എന്ന് സുകുമാരൻ നായർ. കാണാൻ അനുമതി തേടിയിട്ടും നൽകിയില്ല. NSS വിചാരിച്ചാൽ പലതും സാധിക്കുമെന്നും മുന്നറിയിപ്പ്. ജനറൽ സെക്രട്ടറിയുടെ വിമർശനം ബജറ്റ് സമ്മേളനത്തിൽ. സർക്കാർ മാറിയപ്പോൾ മൈക്രോ ഫിനാൻസ് തട്ടിപ്പ് കേസിൽ വെള്ളാപ്പള്ളിക്ക് കുരുക്ക് മുറുകുന്നു. ആദ്യ കുറ്റപത്രത്തിന് അംഗീകാരം നൽകി വിജിലൻസ് ഡയറക്ടർ. നിലപാട് ഹൈക്കോടതിയെ അറിയിച്ചു. 70 കേസുകളിൽ അന്വേഷണം തുടരുന്നു. PM ശ്രീ പദ്ധതിയിൽ വാക്പോര് കനക്കുന്നു. പദ്ധതിയിൽ നിന്ന് പിന്മാറണമെന്ന് മുസ്ലിം ലീഗ് യുവജന സംഘടനകൾ. PM ശ്രീ പദ്ധതി നടപ്പിലാക്കാതെ ആ കെണിയിൽ നിന്ന് ജനാധിപത്യ കേരളത്തെ രക്ഷപ്പെടുത്തുന്നതിനുള്ള നടപടികളുമായി ഗവൺമെന്റ് മുന്നോട്ട് പോകണമെന്ന് ഐക്യകണ്ഠേന ഈ പ്രമേയത്തിലൂടെ നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. മുഖ്യമന്ത്രിയുടെ വാദം ചോദ്യം ചെയ്ത് V. ശിവൻകുട്ടി മെയ് 8 ചീഫ് സെക്രട്ടറിക്ക് കേന്ദ്രം അയച്ച കത്ത് പുറത്തുവിട്ടു. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ദേവസ്വം മന്ത്രിയുടെ നിർണായക നീക്കം. PD സന്തോഷിനെതിരെ അന്വേഷണത്തിന് SIT കത്ത്. കൊള്ള എവിടെ നടന്നാലും അന്വേഷിക്കണമെന്ന് K. ജയകുമാർ. അന്വേഷണത്തിൽ പൂർണ്ണ സഹകരണം നൽകുമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. കണ്ണൂർ വാണിയപ്പാറയിലെ പള്ളിക്കല്ലറയിലെ ദുരൂഹത തുടരുന്നു. പോലീസ് നിലപാട് തള്ളി പള്ളി വികാരി. തുറന്നു പരിശോധിക്കണമെന്ന ആവശ്യം. നാളെ ഇടവക അംഗങ്ങളുടെ യോഗം. മൂന്നാർ പീഡനക്കേസിൽ 2 പേർ അറസ്റ്റിൽ. +2 വിദ്യാർത്ഥിനിയെ പരിചയപ്പെട്ടത് ഇൻസ്റ്റഗ്രാം വഴി. കൊയിലാണ്ടിയിൽ ഭാര്യയെ ഭർത്താവ് വെട്ടിക്കൊന്നു. ഉടുമ്പൻചോലയിൽ ഗൃഹനാഥനെ വെട്ടി റോഡിൽ ഉപേക്ഷിച്ചു. നീറ്റ് പുനഃപരീക്ഷ നാളെ. കേന്ദ്രങ്ങൾക്ക് കനത്ത സുരക്ഷ. പരീക്ഷ ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകിട്ട് 5:15 വരെ. മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി. ലോകകപ്പിൽ ഹെയ്ത്തിയെ 3-0 തകർത്ത് ബ്രസീൽ. ആഘോഷമാക്കിയ ആരാധകർ. പത്തരയ്ക്ക് നെതർലാൻഡ്സ് സ്വീഡൻ പോരാട്ടം. ജർമ്മനിയുടെ എതിരാളികൾ ഐവറി കോസ്റ്റ്. ഇക്വഡോർ കുറസോവ മത്സരം പുലർച്ചെ 5:00.